അപ്പ ആനന്ദിന് ഇതിനു മുന്നേ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, സത്യം പറഞ്ഞത് എൻ്റെ കുഴപ്പം കൊണ്ടാ. അയ്യോ അതല്ല, എനിക്ക് സ്കൂൾ ടൈമിലൊക്കെ രണ്ടുപേരുടെ കഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഇയാളപ്പോ ഇൻട്രോവേർട്ട് ആണല്ലേ? അല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതിലാണെങ്കിൽ ഗേൾസും ഉണ്ട്. എല്ലാവരും ഞാൻ നല്ല കമ്പനിയോ. പക്ഷേ ആ, എനിക്ക് മനസ്സിലായി. ആനന്ദിന് വിനസ്ട്രോഫോബിയ ഉണ്ടല്ലേ? വിനസ്ട്രോഫോബിയോ? അതെന്താ? അതിപ്പോ എങ്ങനെ പറയാ? എടോ, നമ്മുടെ മനുഷ്യന്മാർക്ക് ഒരു പേടി ഉണ്ടാവില്ലേ? ചിലർക്ക് ഉയരം പേടിയായിരിക്കും, ചിലർക്ക് പാറ്റയെ പേടിയായിരിക്കും. അതുപോലെ തന്നെ സുന്ദരികളായ പെൺപിള്ളേരെ കാണുമ്പോൾ ചില ആമ്പിള്ളേർക്ക് തോന്നുന്ന ഉൾഭയമാണ് വിനസ്ട്രോഫോബിയ. താൻ പേടിക്കണ്ട, തനിക്കത് കാണില്ല. താൻ എന്നോട് സംസാരിച്ചില്ലേ? ആനന്ദേ, വാ ഇവിടെ ഇരിക്കാം. ഞങ്ങൾ ഓരോന്നാണ് ഇവിടെ കസേരയൊക്കെ. അല്ല, ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ഇരിക്കാറുള്ളതാ. എടോ, ശരിക്കും നിന്റെ പ്രശ്നം എന്തുവാ? അത് കാവ്യെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫ്രണ്ട്സും ചുറ്റിക്കറൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണൽ സ്പേസ് വേണം. അവിടോട്ട് എൻ്റെ പേരൻസ് പോലും കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ള എനിക്കറിയാതെ എൻ്റെ കുഴപ്പം കൊണ്ടാണ്. പക്ഷേ ശീലമായിപ്പോയി. ഒരു റിലേഷൻഷിപ്പൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഇതുപോലുള്ള വാശിയൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ. എടോ, പേഴ്സണൽ സ്പേസ് ഒക്കെ എല്ലാവർക്കും വേണം. പക്ഷെ അതൊരിക്കലും പാർട്ട്ണറെ മാറ്റി വെച്ചുകൊണ്ടാവരുത്. ഇതാണോ തൻ്റെ പ്രശ്നം? ശരിക്കും പ്രശ്നം അതല്ല. അതറിഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് ഒരു പഴഞ്ചനായിട്ട് തോന്നും. കാവ്യ, ഞാൻ ഈ ചെറിയ കാര്യങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയും അതുപോലെ തന്നെ സങ്കടപ്പെടുന്നവരാണ്. എനിക്കിഷ്ടപ്പെട്ടത് അതിപ്പോൾ എത്ര ചെറുതാണെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ് എന്നൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. പിന്നെ എൻ്റെ അടുത്ത കുറേ കൂട്ടുകാരുടെ അനുഭവങ്ങളോടായപ്പം പിന്നെ പറയണ്ട. ആ, താൻ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത്? പഴഞ്ചനാണെന്നുള്ളതേ. ഞാനൊരു കാര്യം പറയട്ടെ, അതെങ്ങനാവും ഇതെങ്ങനാവും എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചാൽ നഷ്ടങ്ങൾ നമുക്ക് മാത്രമായിരിക്കും. അല്ല, ഇങ്ങനെയുള്ള താനെന്തിനാ എന്നെ പെണ്ണ് കാണാൻ വന്നത്? എടാ, താൻ എൻ്റെ അച്ഛനും അമ്മയും കണ്ടില്ലേ? കുഞ്ഞുനാൾ മുതലേ അവർ തമ്മിലുള്ള സ്നേഹവും പരസ്പര വിശ്വാസം കണ്ടാണ് ഞാൻ വളർന്നത്. എല്ലാ കപ്പിൾസിനെയും പോലെ അവർ തമ്മിൽ അടിയും വഴക്കൊക്കെ കൊണ്ടാറുണ്ട്. പക്ഷേ ദ എൻഡ് ഓഫ് ദി ഡേ അവർ നല്ല ഹാപ്പി ആയിരിക്കും. അച്ഛനമ്മയെ കിട്ടിയ പോലെ എനിക്കൊരു കൂട്ടുവേണമെന്ന് തോന്നി. അതാ ഞാൻ. ഓ, അപ്പം താൻ തൻ്റെ ലൈഫ് ശരിയാക്കാനുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലേ എന്നെ പെണ്ണ് കാണാൻ വന്നത്? അയ്യോ അല്ല, എനിക്കെന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാ. അതെങ്ങനെയാ ഒരു ദിവസം കൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരു പെണ്ണുകാണൊക്കെ സമ്മതിക്കുമോ? എൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിലാ. എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എടോ, എനിക്ക് തന്നെ നേരത്തെ അറിയാം. അതെങ്ങനെ? കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലഡ് റിലീഫ് ക്യാമ്പിന് വോളണ്ടിയറായിട്ട് ഞാൻ വന്നില്ലായിരുന്നു. അവിടെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ കോയിൻസിഡൻസ് ആണെന്ന് അറിയത്തില്ല, പല സ്ഥലങ്ങളിൽ തന്നെ ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട്. വീട്ടിൽ ബ്രോക്കർ വെച്ച് പ്രപ്പോസൽ കൊണ്ടുവന്നേ ഞാൻ. എടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെക്യൂരിറ്റീസൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ഓർക്കാൻ ചെയ്യാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. ദൂരെ നോക്കിയപ്പം താനങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും തനിക്ക് തൻ്റേതൊരു മറുപടി ഉണ്ടായിരുന്നു. ഇതാ ഞാനും ആഗ്രഹിച്ചു. അതാ വരുന്നമ്മേ. നമുക്കെങ്കിൽ അങ്ങോട്ട് പോയാലോ? അല്ല, താനൊന്നും പറഞ്ഞില്ല. തനിക്ക് ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ താൻ എന്തൊരു ടൈപ്പല്ല. പക്ഷെ ഒരു ബാഡ് ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നതുമില്ല. എന്തായാലും ഞാൻ ഒരാഴ്ചയുണ്ട്. ആനന്ദ് ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞ? എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യ്, ബാക്കി നമുക്ക് നോക്കാം. ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? ചായ സൂപ്പറായിരുന്നു. അത് ഞാനിട്ടല്ല, അതൊന്നും എനിക്കറിയത്തില്ല. അത് സാരമില്ല, ചായക്കട എനിക്ക് നന്നായിട്ട് അറിയാം.